യുഎസുമായുള്ള കരയുദ്ധത്തിനായി ഇറാൻ 10 ലക്ഷത്തിലധികം സൈനികരെ സജ്ജമാക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളമുള്ള റിക്രൂട്ട്മെന്റ് സെന്ററുകളിലേക്ക് യുവ വോളണ്ടിയർമാർ ഒഴുകിയെത്തുന്നതായി റിപ്പോർട്ട്. യുവാക്കളെ സംഘടിപ്പിച്ചതായും അവർ യുദ്ധത്തിന് സജ്ജമാണെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ടെഹ്റാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഗവൺമെന്റ് അഭ്യർത്ഥന പ്രകാരം 2026 ഏപ്രിൽ 6 വരെ ഊർജ്ജ പ്ലാന്റ് നശിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്താ മാധ്യമങ്ങളും മറ്റുള്ളവരും തെറ്റായ പ്രസ്താവനകൾ നടത്തിയിട്ടും അവ വളരെ നന്നായി നടക്കുന്നുവെന്നും ട്രൂത്ത് സോഷ്യൽ എന്ന എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം പങ്കുവച്ചു. അതിനിടെ ട്രംപിന്റെ ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 നിബന്ധനകൾ വെച്ച് ഇറാൻ. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയാണ് വെടിനിർത്തലിനുള്ള 5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് നിബന്ധനകൾ. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാൻ യുഎസ് നിർണായക നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. ഖാർക്ക് ദ്വീപിൽ തങ്ങളുടെ കരസേനയെ വിന്യസിക്കുന്നതിനെക്കുറിച്ച് യുഎസ് ചർച്ച നടത്തിയതായി വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദ്വീപിൽ മേൽക്കൈ നേടുന്നതിലൂടെ എണ്ണ ഉൽപാദനത്തിലൂടെ ഇറാൻ നേടുന്ന സാമ്പത്തിക വരുമാനം കുറയ്ക്കാനും നിലവിലെ സംഘർഷത്തിന്റെ ഗതിയെ സ്വാധീനിക്കാനും കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ യുഎസിന്റെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്നും വിവരമുണ്ട്. 3000-നും 4000-നും ഇടയിൽ സൈനികരെ അയക്കാൻ പെന്റഗൺ തയ്യാറെടുക്കുകയാണെന്നും സൂചനയുണ്ട്. ഇതുകൂടാതെ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ യുഎസ് സൈന്യം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ തീരത്തു നിന്ന് 28 കിലോമീറ്റർ അകലെയും ഹോർമുസ് കടലിടുക്കിന് 483 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ കിരീട രത്നം എന്നാണ് ദ്വീപിനെ വിശേഷിപ്പിക്കാറ്. 8 കിലോമീറ്റർ നീളവും 45 കിലോമീറ്റർ വീതിയുമുണ്ട് ദ്വീപിന്. 8000 ആളുകളാണ് ദ്വീപിൽ താമസിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന ആഴമുള്ള കടൽ തീരമാണ് പ്രത്യേകതകളിലൊന്ന്. അതേസമയം ഇറാൻ അമേരിക്കയ്ക്ക് വിലയേറിയ സമ്മാനം സമ്മാനിച്ചുവെന്നും അത് ഹോർമുസുമായി ബന്ധപ്പെട്ടതാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ പ്രത്യക്ഷത്തിൽ അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്കുമായും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമായും അഭേദ്യമായ ബന്ധമുള്ളതാണ് സമ്മാനമെന്നും ട്രംപ് വെളിപ്പെടുത്തി. അതേസമയം എന്താണ് അതെന്ന് പറയാൻ ട്രംപ് തയ്യാറായില്ല. എന്നാൽ ഹോർമുസിലൂടെ ശത്രുരാജ്യങ്ങളുടേതല്ലാത്ത കപ്പലുകൾക്ക് കടന്നു പോകാമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണിതെന്നാണ് വിലയിരുത്തൽ. ശത്രുരാജ്യങ്ങളല്ലാത്തവരുടെ ഇന്ധന കപ്പലുകൾക്ക് ഹോർമുസിലൂടെ പോകാമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ ആരും അതിന് തയ്യാറായില്ല. ഇതോടെ രാജ്യാന്തര തലത്തിൽ ഇന്ധന നീക്കം നിലച്ചു. നാമമാത്രമായ കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് വഴി കടന്നുപോയത്. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസുമായി ചർച്ച നടത്തുന്നുവെന്ന വാർത്ത ഇറാൻ സർക്കാർ തള്ളിയെങ്കിലും നയതന്ത്ര തലത്തിൽ കാര്യമായ നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് സൂചനകൾ. യുഎസുമായി ചർച്ച നടത്തുന്ന പ്രചാരണം എണ്ണ ഓഹരി വിപണികളെ സ്വാധീനിക്കാനുള്ള വ്യാജ വാർത്തയാണെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് പ്രതികരിച്ചത്. യുഎസുമായുള്ള ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധി കാലിബാഫാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജെറീഡ് കുഷ്നറും ഞായറാഴ്ച വൈകിട്ട് വരെ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും തിങ്കളാഴ്ച രാവിലെയും ചർച്ച തുടർന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. നേരിട്ടുള്ള ചർച്ചയല്ല നടന്നതെന്നും ഈജിപ്തും തുർക്കിയും മധ്യസ്ഥരായിരുന്നു സന്ദേശങ്ങൾ കൈമാറുകയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഞായറാഴ്ചത്തെ ചർച്ചകളുടെ തുടർച്ചയായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും ഇറാൻ സംഘവുമായി ഈ ആഴ്ച ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം. ഇതിന്റെ ഭാഗമായി പാക് സായുധ സേനാ മേധാവി അസീം മുനീറിനെ ട്രംപ് ഞായറാഴ്ച ഫോണിൽ വിളിച്ചിരുന്നു. യുഎസ് ഇറാൻ ചർച്ചയ്ക്ക് വേദിയൊരുക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പറഞ്ഞു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ചർച്ച നടത്തിയാലും യുഎസ് വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിക്കാനിടയില്ലെന്നാണ് ഇസ്രായേൽ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.